ഇനി നമുക്ക് വ്യത്യസ്തതരമായ വോൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ട്രാൻസ്ഫോമർ ഉപയോഗിക്കേണ്ട, ഒറ്റ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വ്യത്യസ്ത വോൾട്ടുകൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ആംബിയർ ഒന്നും കുറയാതെ ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിന് നമുക്ക് 2 വോൾട്ട്, 3 വോൾട്ട് അല്ലെങ്കിൽ 4 വോൾട്ട് അങ്ങനെ വ്യത്യസ്തതരമായ വോൾട്ടുകൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ അങ്ങനെ അടിച്ച് എല്ലാം റീവൈൻഡ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ട്രാൻസ്ഫോമർ ഈ ഒരു സ്റ്റെബിലൈസറിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസർ നമ്മൾ ആക്രിക്കടയിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു. നമ്മുടെ മെയിൻ ചാനലായ ടെക് ഓട്ടോമോട്ടീവ് ബൈ ഷിനു ആ ഒരു ചാനലിലേക്ക് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ മൾട്ടിപ്പിൾ വോൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസറിന് ഇപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നമുക്കിത് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിലേക്ക് ചെയ്യുകയാണ്. അതുപോലെ ഇത് ഫ്രിഡ്ജിന് ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ ആയിരുന്നു. അതുപോലെ നമുക്കിങ്ങനെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ ട്രാൻസ്ഫോമർ തന്നെ വേണമെന്നില്ല, ഏത് ട്രാൻസ്ഫോമറും നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഏത് ട്രാൻസ്ഫോമർ ആണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ഏത് വോൾട്ടുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിലും നമുക്ക് ഇത് വ്യത്യസ്തരമായുള്ള വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ടും കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇതേ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫോമർ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റെബിലൈസറിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ വയർ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ ട്രാൻസ്ഫോമറൊക്കെയാണ് ആരെങ്കിലും എടുക്കുന്നതെങ്കിൽ ഇതൊന്നും ടെൻഷൻ അടിക്കാനില്ല. ഇത് നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ 2 കോയിലിൻ്റെ 2 വയർ തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഈ ഒരു കോറെല്ലാം അഴിച്ചെടുക്കും. EI കോർ ട്രാൻസ്ഫോമർ എന്ന് പറയും ഇതിനൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ കോർ അഴിച്ച് മാറ്റാം. അപ്പോൾ കോർ അഴിച്ച് മാറ്റലാണ് സാധാരണ ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമറെല്ലാം വാർണിഷ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കുത്തിപ്പൊക്കിയാൽ കിട്ടില്ല. അപ്പോൾ ചുറ്റി ഉപയോഗിച്ച് എല്ലാ സൈഡിലും നല്ല രീതിയിൽ തട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് വലിയ ബലത്തിൽ തട്ടരുത്. അങ്ങനെ തട്ടിയിട്ടുണ്ടെങ്കിൽ ചളുങ്ങിപ്പോവും. കോറിൻ്റെ സൈഡ് ചളുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീഫിറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ തട്ടുന്ന സമയത്ത് EI കോറുകൾ നന്നായിട്ട് ഇളകി വരും. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തട്ടി കഴിയുമ്പം ഏതെങ്കിലുമൊക്കെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഐ കോർ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അത് ചെറിയൊരു സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുക്കുന്ന കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ ഇങ്ങനെ 2 സൈഡിലെയും ഐക്കോർ ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് ഊരിയെടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇനി ഈ രീതിയിൽ 2 സൈഡിലെയും ഐക്കോറെല്ലാം റിമൂവ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ചിലതൊക്കെ ഒട്ടിയിരിപ്പുണ്ടാവും. അത് വീണ്ടും പതിയെ ഒന്ന് ചിറ്റി ഉപയോഗിച്ച് തല്ലിയാൽ മതി, അത് ഇളകി വന്നോളും. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഐക്കോറെല്ലാം ഒരു സൈഡിൽ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഐക്കോറും ഇതുപോലെ റിമൂവ് ചെയ്യണം. അങ്ങനെ ഇവിടെ നമ്മൾ 2 സൈഡിലെയും ഐക്കോറെല്ലാം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ കോർ ആദ്യത്തെ റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് എളുപ്പത്തിനായിട്ട് നമ്മൾ ചെറിയൊരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഈ കോറിൻ്റെ സെൻറ്ററിലായിട്ട് പതിയെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അതായത് ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ ചുറ്റിയേക്കണതിൻ്റെ ഈ സൈഡിൽ കൂടെ. അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കോർ ഊരി വരും. അപ്പോൾ ഇങ്ങനത്തെ 2 കോർ ഊരി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ബാക്കി പരിപാടിയെല്ലാം. അപ്പം ഇതും ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൻ്റെ കോറും നമുക്ക് മൊത്തമായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ കോറുകളെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് കോയിൽ ആദ്യമേ അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഒരു കോട്ടിങ് പുറമേ ഉള്ള ഒരു കവർ, ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കവറിങ് എല്ലാം പൊളിച്ചായിട്ട് നമുക്ക് ഈ ഒരു കോയിൽ അടിച്ചെടുക്കാം. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഉൾഭാഗത്തായിട്ടായിരിക്കും പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ പുറമേ ആയിരിക്കും ചുറ്റിയേക്കുന്നത്. അപ്പോൾ സെക്കൻഡറി കോയിലാണ് നമ്മുടെ ഔട്ട് എടുക്കുന്നത്, പ്രൈമറി കോയിൽ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സെക്കൻഡറി കോയിലാണ് അടിച്ചെടുക്കുന്നുള്ളൂ. അതുപോലെ പ്രൈമറി കോയിലിനേക്കാളും വണ്ണം കൂടുതലും സെക്കൻഡറി കോയിലിനായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡറി കോയിൽ ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. അതുപോലെ നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന കോയിൽ നിവർത്തിയിടാൻ സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് എന്തെങ്കിലും ചെറിയൊരു ബോക്സ് പോലെ എന്തെങ്കിലും ചുറ്റിയാലും മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ സെക്കൻഡറി കോയിലെല്ലാം അടിച്ചപ്പം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് AC ഇൻപുട്ട് കൊടുക്കേണ്ട 2 വയർ. അപ്പോൾ ഇതാണ് പ്രൈമറി കോയിൽ. അപ്പോൾ പ്രൈമറി കോയിൽ നമുക്ക് അഴിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ സെക്കൻഡറി കോയിൽ ചുറ്റുന്നതിന് മുമ്പായിട്ട് പ്രൈമറി കോയിലിൻ്റെ ചുറ്റും ഒരു ചെറിയൊരു ഇൻസുലേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം നിലവിൽ ഇതിനകത്തുണ്ട് ചെറിയൊരു സെലോട്ടേപ്പ് പോലെ എന്തോ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ ശരിക്കും മാസ്കിൻ ടേപ്പ് നല്ല ഉപയോഗിക്കുന്നത്, വേറെ എന്തോ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും നമ്മുടെ കയ്യില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മാസ്കിൻ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിൽ കോൺടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങാനും എന്തെങ്കിലും കോട്ടിംഗ് ഒക്കെ പോയി ഷോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനും അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു കവറിങ് കൊടുക്കുക. അതുപോലെ ഞാനിവിടെ നേരത്തെ ചെയ്ത സമയത്ത് ചാർട്ട് പേപ്പറൊക്കെ കട്ട് ചെയ്താണ് അതുപോലെ ചെയ്തത്. അതുപോലെ നമ്മൾ ആദ്യമേ അടിച്ചെടുത്ത സെക്കൻഡറി കോയിൽ, അപ്പോൾ ആ ഒരു കോയിലിന് ചെറുതായിട്ട് ഇങ്ങനെ വളവൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ നിവർത്തിയെടുക്കാൻ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് പതിയൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കോട്ടൻ്റെ തുണി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാവർക്കും സംശയം വരുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന കോയിൽ 6 വോൾട്ട് 2 വോൾട്ട് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം പറഞ്ഞുതരാം. അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മളിങ്ങനെ ചേർക്കാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോമർ 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ട്രാൻസ്ഫോമറാണെന്ന് കരുതുക. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പുറമേ ചുറ്റിയേക്കുന്ന സെക്കൻഡറി കോയിലാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തേക്കുന്ന കോയിലും 12 വോൾട്ടിൻ്റെ ആയിരിക്കും.
ആംബിയർ അനുസരിച്ച് കോയിലിൻ്റെ വണ്ണത്തിൽ കൂടുതലും കുറവുണ്ടാകും. അപ്പോൾ ആ ഒരു കോയിലിനെ നമ്മൾ നേരെ നിവർത്തിയെടുക്കുക. അത് നേരെ സെൻറ്ററായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അതായത് ഇപ്പം 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിൽ നമ്മൾ പഠിച്ചെടുത്ത ഈ ഒരു കോയിലിനെ നമ്മളിങ്ങനെ സെൻറ്ററായിട്ട് മടക്കിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെൻറ്റർ ടാപ്പിങ് ഈ ഒരു പോയിൻറ്റിൽ 6 വോൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേ രീതി വൈൻഡ് ചെയ്യുവാണെങ്കിൽ, അതായത് സെൻറ്റർ ടാപ്പിങ് ഈ ഒരു സെൻറ്ററിൽ നിന്നുള്ള പോയിൻറ്റ് കൂടെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് 6 വോൾട്ടിൻ്റെ ഡുവൽ പവർ ട്രാൻസ്ഫോമറായിട്ടും 12 വോൾട്ടിൻ്റെ സിംഗിൾ പവർ ട്രാൻസ്ഫോമറായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ തന്നെ 2 വോൾട്ട്, 4 വോൾട്ട്, 6 വോൾട്ട്, 8 വോൾട്ട് ഇങ്ങനെ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ 12 വോൾട്ട് ട്രാൻസ്ഫോമർ അടിച്ചെടുക്കുന്ന കോയിൽ ഈ രീതിയിൽ സെൻറ്ററായിട്ട് നേരെ നടുവ് മടക്കുക. അപ്പോൾ ഇങ്ങനെ നടുവ് മടക്കിയേക്കുന്ന ഈ ഒരു കോയിൽ ഇതിനെ വീണ്ടും ഒന്നുകൂടി ഓരോ പാർട്ടായിട്ട്, അതായത് 2 സൈഡിലേക്ക് അങ്ങോട്ടും കൂടി ഇട്ടിട്ട് ഈ ഒരു കോയിലിനെ വീണ്ടും ഒന്നുകൂടി നടുവ് മടക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കോയിലിൻ്റെ ഇത് മടക്കുന്നത് കാണിച്ചാലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡയഗ്രാം കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ മടക്കുന്ന ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് വയർ ലൂപ്പ് ചെയ്തിടാനുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു കോയിൽ തന്നെ നമുക്ക് പുറത്തേക്ക് ലൂപ്പ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തേക്കണം എന്നൂടെ പറയാം. നമ്മൾ 12 വോൾട്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് അടിച്ചെടുക്കുന്ന കോയിലിനെ നമ്മൾ നേരെ നടുവ് മടക്കി, അപ്പം നടുവ് മടക്കി കഴിയുമ്പോൾ 2 പീസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പീസായിട്ട് കിട്ടും. അതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി നടുവ് മടക്കുന്നു. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുന്ന ഈ ഒരു ടാപ്പിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ് നമുക്ക് 3 വോൾട്ട്, 6 വോൾട്ട്, 9 വോൾട്ട് ഇങ്ങനെ കിട്ടുന്നത്. അതുപോലെ ഞാനിവിടെ ചെറിയൊരു കോയിൽ എടുത്ത് കാണിച്ചേക്കുന്ന ഉദാഹരണമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ വരച്ചേക്കുന്ന ഈ ഒരു വര ഇത് 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കോയിലിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഈ കറക്റ്റ് ഈ ഒരു സെൻറ്ററിൽ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ 6 വോൾട്ടായിരിക്കും കിട്ടുന്നത്. അതുപോലെ 0 വോൾട്ടിൻ്റെയും 6 വോൾട്ടിൻ്റെയും സെൻറ്ററിൽ നിന്നൊരു ടാപ്പിംഗ് കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 3 വോൾട്ട് കിട്ടും. അതുപോലെ നമുക്ക് 6 വോൾട്ടിൻ്റെയും 12 വോൾട്ടിൻ്റെയും സെൻറ്ററിലൊരു ടാപ്പിംഗ് കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 9 വോൾട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് 6 വോൾട്ട് കിട്ടാനോ അല്ലെങ്കിൽ 3 വോൾട്ട് കിട്ടാൻ എത്ര ചുറ്റി കിട്ടണമെന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ രീതി ചെയ്താൽ മതി. അതുപോലെ നമുക്കിനി 1.5 വോൾട്ട് വേണമെങ്കിൽ ഈ ഒരു 0 വോൾട്ടിൻ്റെയും 3 വോൾട്ടിൻ്റെ ഇടയ്ക്ക് സെൻറ്റർ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഡയഗ്രത്തിലൊക്കെ വരച്ച് കാണിച്ച അതേ രീതിയിൽ ഞാൻ ഈ ഒരു കോയിലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ ആക്രാന്തം പിടിക്കരുത്, നമ്മൾ പതിയെ കറക്റ്റായിട്ട് നോക്കി വേണം. പിന്നെ ഈ ഒരു കോയിൽ ചുറ്റുന്നത് ഇന്ന സൈഡിലേക്ക് തന്നെ ചുറ്റണമെന്നില്ല, കറക്റ്റായിട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതേ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. അതുപോലെ ഞാനിവിടെ എടുത്ത ഈ ഒരു ട്രാൻസ്ഫോമർ ഇത് സ്റ്റെബിലൈസറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോയിൽ 24 വോൾട്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ നടുവേ സെൻറ്ററായിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു ഡയഗ്രത്തിൽ കാണിച്ച അതേ രീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയഗ്രത്തെ അടയാളപ്പെടുത്തിയ പോലെ ആ ഓരോ മാർക്കിങ് വരുമ്പം ആ ഒരു പോയിന്റ് ടാപ്പ് ചെയ്ത് പുറത്തേക്ക് ഇടണം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു കോയിലിൽ അടയാളപ്പെടുത്തിയ ഒന്നാമത്തെ ടാപ്പിംഗ് പോയിന്റ് എത്തി. അപ്പോൾ ഈ ഒരു ടാപ്പിംഗ് പോയിന്റ് ഈ ഒരു ഹോളിലൂടെ പുറത്തേക്ക് എടുത്തിട്ടാൽ മതി. അപ്പോൾ ഒരുപാട് നീളത്തിലേക്ക് ഇടേണ്ട. ഒരുപാട് നീളം ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വോൾട്ടേജ് കുറഞ്ഞു പോകും. കാരണം നമ്മൾ 12 വോൾട്ടിൻ്റെയൊക്കെ ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുമ്പം അത്രയും കോയിലിൻ്റെ ആ ഒരു ചുറ്റുകൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാപ്പിങ് ചെറിയൊരു നീളത്തിൽ പുറത്തേക്ക് എടുത്തിടുക. അപ്പോൾ ഇത് ഒരിക്കലും കട്ട് ചെയ്യാനും പാടില്ല. ഈ ഒരു ഭാഗം നമുക്ക് വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഈ ഒരു കോയിലിൻ്റെ കോട്ടിങ് കളഞ്ഞെടുക്കുകയാണ് ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ടാപ്പിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത അതേ രീതി തന്നെ കോയിൽ വൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു കോയിൽ ഇളകിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടേപ്പ് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വീണ്ടും പഴയ പോലെ തന്നെ നമ്മൾ വൈൻഡിങ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കോയിൽ വൈൻഡ് ചെയ്ത് ഏകദേശം ഇത്രയായപ്പോഴത്തേക്കും രണ്ടാമത്തെ ടാപ്പിങ്ങിൻ്റെ പോയിന്റ് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലെ കോയിൽ അത് നമ്മൾ പുറത്തേക്ക് ഇടുവാണ്. ഇതുപോലെ തന്നെ ബാക്കി കോയിലും ചുറ്റിക്കഴിഞ്ഞിട്ട് എല്ലാം പുറത്തേക്ക് ഇടണം. അതുപോലെ നമ്മളിങ്ങനെ പുറത്തേക്ക് ടാപ്പ് ചെയ്തിടുന്ന ഈ ഒരു കോയിൽ അതൊരിക്കലും ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ ഒരുപാട് സമയം വീഡിയോ ആവും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടാപ്പിംഗ് പോയിന്റ് എത്തി. അപ്പോൾ ഇത് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നീങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് തന്നെ ആക്കിയിട്ട് ഇതിൻ്റെയും ആ ഒരു ഭാഗം പുറത്തേക്ക് ടാപ്പ് ചെയ്തിടുവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കോയിലും കൂടി പെയിൻറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കോയിൽ ഫുള്ളായിട്ട് ഇവിടെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോയിൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാനുള്ള ഹോളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അടിയിൽ കൂടെ എടുക്കാം. നമ്മൾ അടിയിൽ എടുക്കുന്നില്ല, മുകളിൽ ആദ്യം തന്നെ പയ്യൊന്ന് ഉടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫൈനലായിട്ട് ഈ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റീവൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോറിലേക്ക് കോയിൽ തട്ടി നിൽക്കരുത്. കറക്റ്റായിട്ട് ഇതിനുള്ളിൽ തന്നെ കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ കോയിൽ ചുറ്റാൻ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ലൈനായിട്ട് അതായത് ലെവലായിട്ട് ചുറ്റുവാണെങ്കിൽ കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇത്രയും ടാപ്പിങ്ങുകളാണ് ഇതിനിടയ്ക്ക് വന്നേക്കുന്നത്. അതുപോലെ ഇതിലേക്ക് കോർ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകൂടി മാസ്കിൻ ടേപ്പ് ഈ ഒരു കോയിലിൻ്റെ പുറമേ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതിലേക്ക് കോറുകൾ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ട്രാൻസ്ഫോമർ അടിച്ച് രണ്ടാമത് ഈ കോറുകൾ ഇടുന്ന സമയത്ത് ചിലർ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു 3-4 കോറുകൾ ഒരുമിച്ച് ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇട്ട് നോക്കും. ഇങ്ങനെ കോറുകൾ ഒരുമിച്ച് അടുക്കി ഇടുമ്പോൾ പെട്ടെന്ന് പണി തീരും. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ കോറുകൾ ഒരുമിച്ച് അടുക്കിയിടരുത്.
അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു കോറ് ഓരോന്ന് ആദ്യം ഇടുക. ആദ്യമേ ഈ കോറ് മാത്രം ഇട്ടാൽ മതി. ഒരു സൈഡിൽ നിന്ന് ആദ്യം ഇടുക, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടുത്ത കോർ ഇടുക. അപ്പോൾ ഇതുപോലെ തന്നെ തീരുന്ന വരെ ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. പെട്ടെന്ന് പണി തീരാൻ വേണ്ടി ഒരു സൈഡിൽ നിന്ന് തന്നെ 3-4 കോറുകൾ അടുപ്പിച്ചിടുമ്പോഴാണ് ഈ ഒരു ട്രാൻസ്ഫോമർ പിന്നെ ഓണാക്കുമ്പോൾ ഹീറ്റ് ആവുന്നതും അതുപോലെ തന്നെ ചെറിയൊരു ഹമ്മിങ് പോലെ ഒരു മൂളൽ പോലെയൊക്കെ സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ ഈ സമയത്ത് നമ്മൾ ഐക്കോർ ഇടേണ്ട കാര്യമില്ല. ഐക്കോർ ഏറ്റവും ലാസ്റ്റാണ് ഇടേണ്ടത്. ആദ്യമേ ഈ കോറുകളെല്ലാം കറക്റ്റായിട്ട് അടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ഈ കോറെല്ലാം 2 സൈഡിൽ നിന്നും ഈ കോറിലായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിൽ നിന്നും ഐക്കോർ കൂടിയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഐക്കോറൊക്കെ നമ്മളൊരു 3/4 ഭാഗം ഇട്ട് കഴിയുമ്പോൾ കയറാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ പതിയൊന്ന് ചുറ്റി കൊണ്ടൊന്ന് അടിച്ചും കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഈ കോറുകൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഐക്കോറും ഇട്ടെല്ലാം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഏതെങ്കിലും സൈഡിലേക്ക് ചെറുതായിട്ട് ചെരുവ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പതിയൊന്ന് ചുറ്റി വെച്ച് അടിച്ച് ലെവലാക്കി എടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ക്ലാമ്പൊക്കെ ഇട്ട് കറക്റ്റായിട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഓണാക്കി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റീവൈൻഡിങ് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് പുറത്തേക്ക് ഇട്ടാകുന്ന ഈ ഒരു കോയിലിൻ്റെ ടാപ്പിംഗ് എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ കോട്ടിങ് കളഞ്ഞെടുക്കണം. അതുപോലെ AC ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു വയർ അവിടെയും കുറച്ച് നീളത്തിലുള്ള 2 വയർ പീസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലേക്ക് 2 വയർ കണക്ട് ചെയ്ത് ഫ്ലഗിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കോയിലിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ബൾബിൻ്റെ ഒരു ലെഗ് കണക്ട് ചെയ്യുന്നുണ്ട്. ബൾബിൻ്റെ മറ്റേ ലെഗിലേക്ക് ഒരു വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബൾബിൽ കണക്ട് ചെയ്ത ഈ ഒരു മഞ്ഞ വയർ, ഈ ഒരു മഞ്ഞ വയർ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പുറത്തേക്ക് ഇട്ടേക്കുന്ന ഓരോ ടാപ്പിംഗ് പോയിന്റിലേക്കും ഈ ഒരു വയർ ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 12 വോൾട്ടിൻ്റെ ബൾബാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നാമത്തെ ടാപ്പിംഗ് പോയിന്റിൽ കണക്ട് ചെയ്യുമ്പം ഈ ഒരു ബൾബ് ചെറിയ രീതിയിൽ തെളിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാപ്പിംഗ് പോയിന്റിൽ ഏകദേശം 3 വോൾട്ടിനടുത്ത് കാണും. ഇനി നമ്മൾ രണ്ടാമത്തെ ടാപ്പിംഗ് പോയിന്റിൽ നമുക്ക് ഈ ഒരു മഞ്ഞ വയറിന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ടാപ്പിംഗ് പോയിന്റിൽ ഏകദേശം 6 വോൾട്ടിനൊക്കെ അടുത്തുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ടാപ്പിംഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്തപ്പം ബൾബിൻ്റെ വെളിച്ചം കുറച്ചങ്ങ് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് മൂന്നാമത്തെ ടാപ്പിംഗ് പോയിന്റ്, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഏകദേശം 9 വോൾട്ടിന് അടുത്തുണ്ടാവും. ഇനി നമ്മുടെ ലാസ്റ്റ് ഈ ഒരു കോയിലിൻ്റെ എൻഡ് ഭാഗത്ത് കൊടുക്കുമ്പോൾ ലൈറ്റ് നല്ല രീതിയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 12 വോൾട്ട് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിൽ അടിച്ചെടുത്ത് റീവൈൻഡ് ചെയ്തതിനാണ് ഈ രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റീവൈൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വ്യത്യസ്തരമായ വോൾട്ടുകൾ കിട്ടുന്ന ട്രാൻസ്ഫോമർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇന്ന് നമ്മൾ ഇതിനകത്ത് റെക്ടിഫയർ ഒന്നും കണക്ട് ചെയ്ത് കാണിക്കാതെ നമുക്ക് ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള ഒറ്റ റെക്ടിഫയർ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വോൾട്ടിൻ്റെ എല്ലാം DC കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമുക്ക് ചെറിയൊരു റോട്ടറി സ്വിച്ച് വെച്ച് നമുക്ക് വോൾട്ടേജ് സെലക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കാണിക്കാം അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ മെസ്സേജ് അയച്ചാൽ മതി.